ഭദ്ര, വരുന്ന ഞാൻ അവിടെ കണ്ടു. ഓ, ഇതാണല്ലേ താവളം. ഗംഭീരം. ഇവിടെ എത്തിപ്പെടാൻ ആരോടൊക്കെ വഴി വെച്ചെന്നറിയോ? എന്തിനാ ഇവിടെ വന്ന്? കൂട്ടിക്കൊണ്ടുവരാത്തോണ്ട്. ഇത്ര രസമുള്ള സ്ഥലം ഒരാൾ മാത്രം അങ്ങനെ ആസ്വദിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇവിടെ വിട്ട് പോകും തോന്നുന്നില്ല. ഒക്കെ ഒന്ന് കാണട്ടെ. പോയട്രി ഡിസ്കഷനിലുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ ഐ മീൻ എ ഡ്രീം വേൾഡ്, ഫുൾ ഓഫ് ഡ്രീംസ്. എന്താന്ന് പറയാമോ? I love those dreams. നീ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വലയെറിയുന്നു. എൻ്റെ ചിന്തകൾ മായാവലയത്തിൽപ്പെട്ട മത്സ്യത്തെ പോലെ ആ വലയ്ക്കുള്ളിലേക്ക് ഓടിയണയുന്നു. എല്ലാ കവികൾക്കും കലാകാരന്മാർക്കും ഇഷ്ടവിഷയമാണ് മഴ, സൃഷ്ടിയുടെ നനവ്. ഓരോ മണ്ണിലും പെയ്തിറങ്ങുന്ന മഴയുടെ നിറം വേറെയാണ്, മണം വേറെയാണ്, ഒച്ച വേറെയാണ്, കുളിരും ചൂടും വേറെയാണ്. മനസ്സിലും മൃദംഗമോ? ആരുടെ മനസ്സിലെന്ന് ചോദിക്കുന്നില്ല, പ്രയോഗം തന്നെ. പാട്ട് പാടി മഴ പെയ്ക്കാൻ പറ്റുമോ? ആരാ ഈ വിട്ടിത്തം പറഞ്ഞു? വലിയ ശാസ്ത്രികൾ. ഒരു കാര്യം തന്നെ മനസ്സിലെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്ന അത് നടക്കുന്നൊരു വിശ്വാസമില്ലേ, അതുപോലെ. ഈ ശാസ്ത്രികൾക്ക് മഴ പെയ്ക്കാമോ? തൻ്റെ മനസ്സിൽ മഴ പെയ്ക്കാം. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ വെള്ളാരം മുത്തും കൊണ്ടാകാശം പ്രേമത്തിൻ കൈക്കുമ്പിൽ നീട്ടുമ്പോൾ മനസ്സിലും മൃദംഗമോ. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ
തേൻ സന്ദേശം ഇനി മുതലീ പുൽനാവിൽ മഴയുടെ തേൻ സന്ദേശം ശ്രുതിലയ ഹൃദയമുഖരിത ജലതരംഗം അമൃത തരളിത നവവികാരം കുസുമഭംഗികൾ ഉയിരിലലിയും മദന സായക മധുര കരണം ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ വെള്ളാരം മുത്തും കൊണ്ടാകാശം പ്രേമത്തിൻ കൈക്കുമ്പിൽ നീട്ടുമ്പോൾ മനസ്സിലും മൃദംഗമോ ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ പാടുമായിരുന്നോ? ഇല്ല, പാട്. ഞാൻ ആലോചിച്ചുകൂടിയില്ല. ഞാൻ നന്നായിട്ടൊന്ന് മയങ്ങി. പാടില്ല? ഇല്ല. ആ ആ கவலைப்படுறதுக்கு ஒண்ணுமே இல்லை. 3 நாளைக்கு மெடிசன் எழுதி கொடுக்குறேன், அது சாப்பிடுங்க. நத்திங் டு வரி. ஆமா, வைகுண்ட சாஸ்திரி எங்க? என் மகன் வந்திருக்கு, வெளியே நிக்கிறேன். வணக்கம் சார். ஏப்பா வெளியில நின்னுட்டு இருக்கேன். சரி, உங்க அம்மாவுக்கு மேஜர் ப்ராப்ளம் ஒண்ணுமே இல்ல, வெறும் மைனர் டான்சிலைட்டிஸ் தான். பிளட் டெஸ்ட் ரிப்போர்ட் வந்த அப்புறம் டிசைட் பண்ணலாம் என்ன பண்ணலாம்னு. அம்மா பயப்படுறதுக்கு ஒண்ணுமே இல்ல, சின்ன ஆபரேஷன் தான். லேடிஸுக்கு இந்த ஏஜ்ல இந்த மாதிரி ப்ராப்ளம்ஸ் வரும். ஆமா, நீ என்ன பண்ற? அவ்வளோ முக்கியமான ஒன்றும். மியூசிக் எம்ஏக்கும். டாக்டர் பொண்ணுக்கு பாட்டு சொல்லி கொடுக்கறது இவன் தான். பெரிய சாஸ்திரிகள் தான் பத்ராவுக்கு பாட்டு கத்து கொடுக்கறேன்னு நான் நினைச்சிட்டு இருக்கேன். அப்பா எப்பவுமே வீட்டில் இருக்கிறதில்லை. சோ மகள் எப்பவும் சொல்ற சாஸ்திரிகள் நான் தான். குட். ഏയ്, എന്ത് പറ്റി ഇന്ന്? ആരാ നിന്റെ മോളെ പാട്ട് പഠിപ്പിക്കുന്നത്? നിന്റെ മോളോ? അതെന്ത് മുതലാ? മോളെ പാട്ട് പഠിപ്പിക്കുന്ന ആരാന്ന് പറഞ്ഞത്? ശാസ്ത്രികൾ. ഓ, എത്രയാ ശാസ്ത്രിയുടെ പ്രായം? പഴയ കളിക്കൂട്ടുകാരനല്ലേ, പ്രായം ഞാൻ പറഞ്ഞായിരുന്നോ? അയാൾക്ക് 30 അടുക്കും. വൈകുണ്ഠ ശാസ്ത്രികളുടെ നല്ല പേര് രാമാനുജ ശാസ്ത്രികൾ. കാണാൻ സുന്ദരൻ. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കുന്നു, പൂച്ചൂടുന്നു, ദാവണി ചുറ്റുന്നു, നോൺ വെജ് കട്ട്. മോൾക്ക് എന്തിന്റെ അസുഖമായിരുന്നെന്ന് അമ്മ അറിയണമായിരുന്നു. എനിക്ക് കുറച്ച് ബുദ്ധിക്കുറവുണ്ട്, അത് കൂടുതലുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതേവരെ മോൾ ഒന്നും ഒളിച്ചു വെക്കാറില്ല. നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം നീ വീട്ടിൽ പറഞ്ഞിരുന്നോ? ഓ, ഞാൻ വരുമ്പോ കൊണ്ടുവന്ന മോളൊന്നും അല്ല. മുള്ളിന്റെ മൂട്ടില് മുള്ളേ ഉണ്ടാവുമെന്ന് പറയാനാണെങ്കിലേ രണ്ടുപേരുടെയും കുറ്റം കൊണ്ട് തന്നെയാ. ഞാൻ അവളോട് തഞ്ചത്തിലൊന്ന് ചോദിക്കാം. അനുസരണക്കേടിന് ഇതല്ല തരേണ്ടത്. പിന്നെ നിർത്തിയത് ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ നോക്കില്ല. പറഞ്ഞത് അനുസരിക്കണം. എനിക്ക് പാട്ട് പഠിക്കണം. ഞാൻ സ്കൂളിൽ പോയി ഞാൻ പാട്ട് പഠിക്കാനും പോകും. ഇല്ല, കച്ചേരി പാടി നടക്കാനല്ല നിന്നെ വളർത്തുന്നത്. ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം. ഭദ്ര വീട്ടിൽ പോ. ഇല്ല, നേരെ ഒരുപാടായി, നീ ചെല്ല്. ഞാൻ ചോദിച്ചതിന് എന്താ ഉത്തരം തരാത്തത്? ഭദ്രെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം. മതി, ഇത് കേട്ടാ മതി. അച്ഛനോട് പറയാനുള്ള ധൈര്യമായി. അച്ഛന് നമ്മളെ മനസ്സിലാവും. എന്നെക്കുറിച്ച് ഭദ്രയ്ക്ക് ഇനി മനസ്സിലായിട്ടില്ല തോന്നുന്നു.
ചിറകറ്റുപോയ പക്ഷിയുടെ അവസ്ഥ അറിയോ? എത്ര മോഹിച്ചാലും അതിന് പറക്കാനാവില്ല. എന്താ, ജ്ഞാനത്തെ സ്നേഹിക്കുന്നുണ്ടോ? നേരെ പറയാവോ? എന്നോട് ഈ ചോദ്യം ആരും ഇതേവരെ ചോദിച്ചിട്ടില്ല. മറുപടി ആർക്കും അറിയാൻ വേണ്ട. ഒരേ വീട്ടിൽ ഇത്രയും കാലം കഴിഞ്ഞവളെ മറ്റൊരാളുടെ കൈ പിടിച്ചു കൊടുക്കാനാണ് എനിക്കിഷ്ടം. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ എന്റെ കൂടെ വരാമെങ്കിൽ ഇന്ന് തന്നെ പറയാം. എന്തിനാ ഭദ്ര ഇങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? എല്ലാറ്റിനും ഒരു ആലോചനമാണ്. എന്തോ മനസ്സ് പേടിക്കുന്നു. ഇന്നലെ വരെ അനുഭവിക്കാത്തൊരു ഭയം. അതിനിപ്പോ എന്താ ഉണ്ടായേ? ശാസ്ത്രികൾ എന്റെ അച്ഛനെ കണ്ടോന്ന് പറഞ്ഞില്ലേ? ഇന്നലെ എന്നോട് പാട്ട് പഠിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. അതിലെന്തോ ഒരു പന്തിയേട്. മോഹിച്ചത് കൈവിട്ടു പോയാലോ? അച്ഛന്റെ അമ്മയുടെയും മുമ്പിൽ കളവ് ചെയ്തവളെ പോലെ നിൽക്കാൻ വയ്യ. ഒരു പെണ്ണ് സ്നേഹം ചോദിച്ചു വാങ്ങുന്നതിന്റെ നാണക്കേട് അറിയാഞ്ഞിട്ടല്ല. ഭദ്രേ, വർഷങ്ങളായിട്ട് ഞാൻ പാടുന്നുണ്ട്. അത് കേട്ട് തലയായിട്ട് താളം പിടിക്കുകയും ചെയ്യുന്ന സ്ഥിരമുഖങ്ങൾ കണ്ടു മടുത്തു. സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ച് ഭദ്രയുടെ ചോദ്യങ്ങളാണ്. അത് ഭദ്രയുടെ കവിതകൾക്ക് പ്രചോദനമായെങ്കിൽ അങ്ങനെ ഒരു അടുപ്പം ഇഷ്ടപ്പെടാത്തവരാരുണ്ട്? അതിനപ്പുറം ഒന്നും എനിക്ക് ആഗ്രഹിച്ചൂടാ. ഒരു തരം രോഗമാണിത്. സ്വയം സൃഷ്ടിക്കുന്ന ഷെല്ലിൽ ഒളിക്കാനുള്ളൊരു വാസന. തനിക്കിങ്ങനെ ഒരു മോഹം ഉണ്ടാവാൻ ഞാൻ കൂട്ടുവെക്കാൻ പാടില്ലായിരുന്നു. പറയുന്ന ആൾക്ക് മോഹമില്ലേ? ഞാൻ വീട്ടിൽ പറയും. മാധവ, இந்த നേരത്തില ആരാ എന്റെ മോളെ പാട്ട് പഠിപ്പിച്ചത്? താൻ കള്ളു കുടിച്ച് നടന്നു. മകളെ പഠിപ്പിക്കുന്നത് താനാണെന്ന് കളവും പറഞ്ഞു. രാമൻ ഇതുവരേക്ക് ഒരു പിഴവ് വരുത്തിയതായി ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു വലിയ വീട് പുലർത്താൻ എടുക്ക മുടിയാത്ത ചുമടുമായി നടക്കുകയാണവൻ. പക്ഷേ കുളന്തകളുടെ മനസ്സ് എപ്പോഴാ മാറണമെന്നറിയാനുള്ള ബുദ്ധി എനക്കുണ്ടായില്ല. എന്താ എന്റെ മോൾക്ക് ഞാൻ ചെറുക്കനെ ചോദിക്കണം? നമ്മை சொல்றதுல ஏதாவது சத்தியம் இருக்கான்னு கேட்கறதுக்கு തന്നെ എനിക്ക് പേടിയാ ഇருக்கு മാധവ. അവന്റെ നിഴൽ മാതിരി എപ്പോഴും നടക്കുന്ന ഒരു പെണ്ണുണ്ട്, എന്റെ മകൾ. കുഞ്ഞിലെ പറഞ്ഞു വെച്ചതാ. അവൾക്ക് അവൻ നഷ്ടമാവും തെരിഞ്ഞാ இந்த പുഴക്കരയിലെയോ വീട്ടിലെ കഴുക്കൊല്ലേ അവനക്കും അത് തെരിയും. എന്നാൽ അതങ്ങ് നടത്ത്. അല്ലെങ്കിൽ അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം. നന്നായി പാടുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കാം. இந்த இடம் വിട്ടുപോകാൻ കഴിയാത്തവരെണ്ണങ്ങൾ. സംഗീതം ദൈവം തന്നത്. അത് വിൽക്കാൻ പാടില്ലെന്ന് അവനെയും ഞാൻ പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് വേണ്ടിടത്ത് തൊണ്ട വരളും, വിശ്വാസം നഷ്ടപ്പെടും. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ അവനങ്ങനെ ഉണ്ട്. പറഞ്ഞിട്ടില്ലേ, ശാപം കിട്ടിയവരാ ഞങ്ങൾ. ഇവിടെ തന്നെ ഞങ്ങൾ ചുറ്റിത്തീരും. 7 or 8 വയസ്സുള്ളപ്പോൾ അവൻ്റെ രക്ഷകന്റെ വേഷം കെട്ടിയവനാണ് ഞാൻ. സത്യത്തിൽ മാധവ, അവനെ നശിപ്പിക്കായിരുന്നു എൻ്റെ രക്ഷയ്ക്ക്. ഞാൻ എന്നെ ചെയ്യണം. എന്റെ മകളൊരു പാവമാണ്. ഇനി അവളെ മോഹിപ്പിച്ചുകൂടെ? എന്താ വേണ്ടത്? ചെയ്യേണ്ടത് ശാസ്ത്രികളാണ്. ആലോചിച്ച് നിൽക്കാൻ ഒരു നിമിഷം പോലും ബാക്കിയില്ല.
കെടുത്തിയ കാർത്തിക ദീപ്തികൾ താനേ തിളങ്ങുകയാണു കൽത്താമരപ്പൂ വിതളുകൾ പിന്നെയും കാറ്റിൽ. ചീഫിനോട് പറയാതെ ഞാൻ പോന്നത്. നിന്റെ രോഗികള് നിന്നെ കാണാൻ നിലവിളിക്കില്ലേ? കളിയാക്കാതെ ഒന്നിരുന്നോട്ടെ. ഇന്നലെ ഞാൻ ആകെ കൊളാക്കിയില്ലേ. രാവിലെ ഒരു സോറി പോലും പറയാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ എനിക്ക് ഒരു സുഖവും തോന്നിയില്ല. പറയുന്നതും ചെയ്യുന്ന ഒക്കെ കൊള്ളാം. എന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നാ ചീഫ് വിചാരിച്ചിട്ടുണ്ടാവുക. താൻ എന്റെ കൂടെ വന്നേ പറ്റൂ. ഇതെന്റെ തന്തയുടെ ഓഫീസല്ല. Now I am terribly busy. ഓഹോ. വെറുതെ ആളാവല്ലേ. ഒന്നും നേരെ ആത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന്. ദേഷ്യം വരുമ്പോ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു നിമിഷം കഴിയാൻ പറ്റില്ല. എന്നെ വേണമെങ്കിൽ തല്ലേ കൊല്ല് എന്ത് വേണമെങ്കിൽ ആയിക്കോ. ഇപ്പൊ താൻ്റെ കൂടെ വരണം. മഞ്ഞിന്റെ മറയിട്ടൊരോർമകൾക്കുള്ളിൽ മൃദുല നിലാവുദിക്കുമ്പോൾ ചായങ്ങൾ മായുന്നൊരീ ചുമർ ചിത്രത്തിൽ മഴവില്ലു താനേ ഉദിച്ചു. വിളിപൂട്ടി നിന്നാൽ തെളിയുന്ന തൊടിയിൽ നീർമാതളങ്ങൾ തളിർത്തു. അകലെ നിന്നെത്തുന്ന നീലാംബരിയുടെ ഒരു തൂക്കുമഞ്ചിൽ കിടന്നു. മഞ്ഞിന്റെ മറയിട്ടൊരോർമകൾക്കുള്ളിൽ മൃദുല നിലാവുദിക്കുമ്പോൾ എന്റെ സ്വകാര്യ വിചാരങ്ങളൊക്കെയും നിൻമുളം തണ്ടിൽ തുളുമ്പും. കാട്ടുകടമ്പിന്റെ നിശ്വാസ സൗരഭം ഒരു കരസ്പർശമായി തീരും. പ്രണയമാം യമുനയിൽ ഹേ ശ്യാമകൃഷ്ണ, പ്രണയമാം യമുനയിൽ ഹേ ശ്യാമകൃഷ്ണ, ഞാനിന്നു നീരാടി നിൽക്കും. ആരാ നിന്റെ ഈ കൃഷ്ണൻ? വെയിലിലും മഴയിലും കിനാവിലും നീ അന്വേഷിക്കുന്ന കൃഷ്ണൻ? ആര് പറഞ്ഞിട്ട് ഡയറികൾ നോക്കാൻ? അപ്പൊ ഇതൊന്നും ഞാൻ കാണില്ല എന്ന് കരുതിയല്ലേ? ഇറ്റ്സ് മൈ പേഴ്സണൽ അഫയേഴ്സ്. ഞാൻ അറിയാതെ ഒരു പേഴ്സണൽ കോപ്പ് നിനക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇറ്റ്സ് മൈ. നിന്റെ ശരീരം കണ്ടല്ലോ എനിക്ക് നിന്റെ വൃത്തികെട്ട മനസ്സും കാണാനായി. നിങ്ങളൊരു കവേർഡാണ്. ഒരാളുടെ പേഴ്സണൽ ഡയറി കട്ട് വായിക്കുന്ന ഭീരു. നീ എന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഞാൻ അറിയാത്തൊരു പേഴ്സണലും വേണ്ട. ഞാൻ നിങ്ങൾക്ക് എല്ലാം അടിയറ വെച്ചിട്ടില്ല. എന്റെ മനസ്സിലുള്ളത്, എന്റെ ഡയറിയിലുള്ളത്
നിങ്ങൾക്ക് അടിയറ വെക്കാൻ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. എന്താ നീ പറഞ്ഞു? വിട്. നീ എനിക്ക് ഉത്തരം തന്നിട്ടേ പോകൂ. ആരാടി എന്റെ കൃഷ്ണൻ? കവിതയോട് ശൃംഗരിച്ച് രമിച്ചു. വിട്. വൃത്തികെട്ടവൻ. എന്താടി നീ വിചാരിച്ചത്? പിച്ചോ? ഒന്നുകൂടി പറ. വിട്. Hello. Are you sick? Sister Annie, please report to the reception. Sister Annie, to report to the reception. You look sad. ഒരു തളർച്ച, മയങ്ങിപ്പോയി. അത് ശരി. താൻ അനിമിക്കാണല്ലോ. നമ്മളിതൊന്നും സ്വയം കണ്ടുവെന്ന് വരില്ല. കൂടെയുള്ളൊരു ശ്രദ്ധിക്കുകയില്ല. ഒന്നോളൂ. ഇല്ല സർ, ഡോക്ടർ ക്രിസ്ത്യൻ നോക്കി വന്നതാ. എന്താടോ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട? 10:30 മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നല്ലോ. ഉച്ചയ്ക്ക് ഹാഫ് ഡേ എടുത്ത് പോവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ സർ, 30 പേഷ്യന്റ് സീരിയസ് ആണ്. ഡ്യൂട്ടിക്ക് ഡോക്ടർ ക്രിസ്റ്റി ഉണ്ട്, നേഴ്സുണ്ട്. പിന്നെ എമർജൻസിയാണ് ഞാനിങ്ങെത്തും. ഭദ്ര സെൻസിറ്റീവാണ്. ഒരു ഡോക്ടർക്ക് അത്യാവശ്യം വേണ്ട ഗുണം തന്നെയാണത്. പക്ഷെ റൊമാൻറ്റിക് ആകരുത്. രോഗിയോട് താതാത്മ്യം പ്രാപിക്കാൻ ചെന്നാൽ ഡോക്ടറിന് രോഗിയാവും. എൻ്റെ കരിയറിൻ്റെ സക്സസ് എന്താണെന്നറിയാമോ? നിങ്ങളെപ്പോലെ മിടുക്കരായ അസിസ്റ്റൻസ് എന്നോടൊപ്പം ഉണ്ട്. ഞാൻ പറയുന്നു, എൻ്റെ മോളെ ഇത്രയ്ക്കൊന്നും വേണ്ട. വിനയ മാഡത്തിന്റെ ഫോണാ. മാഡം ഹോസ്റ്റലിലേക്ക് ഉണ്ടോന്ന്? ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. ഓഹോ, വീട്ടിൽ പോകാതെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ എമോഷൻ ഇപ്പം പിടി കിട്ടി. അയാൾ ക്ലബിലായിരിക്കും അല്ലേ? കാണാറുണ്ട്. തന്നേക്കാളായിക്ക് പ്രിയം സ്മോളിനോടാണെന്ന് തോന്നുന്നു. 1-2 പേക്കല്ല മെഴുകുന്നത്. താനാണത് നിയന്ത്രിക്കേണ്ടത്. അപ്പോഴേ ഒരു ഒറ്റുകാരെന്നുള്ള പേര് കേൾപ്പിച്ച് അയാളെ എൻ്റെ ശത്രുവാക്കരുത് കേട്ടോ. Dr. Christie, please report to the ICU urgently. Dr. Christie, please report to the ICU urgently. കഞ്ഞി വാങ്ങിയിട്ടുണ്ട്, കൊടുക്കാവോ? നെല്ലരി വെള്ളം കുടിച്ചിട്ട്. ചന്ദ്രൻ, ചന്ദ്ര,
ഒത്തിരി വേദനിപ്പിച്ചു. ക്ഷമിക്ക. നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വിളിച്ചെങ്കിൽ ഞാൻ ഓടി വന്നേനെ. നിനക്ക് കുടിച്ച എല്ലാം മറക്കാം. എനിക്കോ പോട്ടെ പോട്ടെ. ചന്ദ്ര, പോകാം. അപ്പോഴേ തൻ്റെ കോട്ട തീർന്നു. 2 വെക്ക് കഴിക്കാനുള്ള അനുവാദവും പിൻവലിച്ചിരിക്കുന്നു. ഞാനല്ല, സാക്ഷാൽ ദൈവം. ഒരു പുരുഷായുസ് കഴിച്ചു തീർക്കേണ്ടത് ഇത്ര ചെറുപ്രായത്തിലെ കഴിച്ചു തീർത്താൽ ഇങ്ങനെയാ കോട്ട തീരും. ഈ ലിവർ എന്ന് പറയുന്ന പാർട്ടി വെറും പാവാ. അവനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ചാൽ പിന്നെ ദൈവകോപം കിട്ടില്ലേ? ദൈവകോപം ഡോക്ടർക്കില്ലേ? ഇവിടം സ്ട്രോങ്ങാ. പാടത്ത് കിളച്ചിടുന്ന അപ്പൻ്റെ വിത്ത. ഡബിൾ സ്ട്രോങ്. എന്നാലും 2 കഴിക്കൂ, 2 ലാർജ്. ഈ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകളെ ജെന്റിൽമാൻ, അതായത് ഈ തൈരിശാതം വർഗത്തിലാണ് പെടുത്തിയിരുന്നത്. ടൈയും കണ്ണടയും ഫുൾ സ്ലീവ് ഒക്കെ ഉണ്ട്, അങ്ങനെ തോന്നുക. പക്ഷെ അതിലും പൊട്ടകളുണ്ടെന്ന് ഇപ്പോഴാണ് പിടി കിട്ടിയത്. ഇനിയെങ്ങാനും മദ്യം തൊട്ടുപോയാൽ വെറുതെ മരുന്നിനും ആശുപത്രിക്കൊന്നും കാശ് കളയല്ലേ. ഒരു പ്രയോജനവും ഇല്ല. ഈ കുട്ടി തനിച്ചാവും. അതിനപ്പുറം ഞാൻ എന്താ പറയണ്ടേ? അവിടെ വെച്ചേക്ക്. അയ്യോ വേണ്ട, ഇതാ പിടിച്ചേ. ശീലം കൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ കാശ് വാങ്ങും, പക്ഷെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നിടയിൽ വാങ്ങാറില്ല. ഐ എം എ പ്രിൻസിപ്പൽ മാൻ. പക്ഷെ മറ്റുള്ളവർ, അവരെ ഞാൻ വെറുതെ വിടില്ല.